ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 4 കഷ്ണം പട്ട, 2-3 കഷ്ണം ഏലക്കായ്, പിന്നെ ഗ്രാമ്പു, കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളാണ് ഇപ്പോൾ കാട്ടുന്നത്. ഇനി നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കഷ്ണം രമ്പയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. രമ്പയില ഇല്ലാന്നുണ്ടെങ്കിൽ വഴനയില ആയാലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കിയിട്ട് കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആ ഒരു ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എപ്പോഴും എണ്ണയിൽ വഴറ്റുമ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുമിച്ചിട്ട് വഴറ്റരുത്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിനുശേഷം 1 നുള്ള് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾ സ്പൈസസ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഈ കറിക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പെട്ടെന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും കറികളിൽ കല്ലുപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ചേർക്കുന്ന സവാള ഒരുപാട് ബ്രൗൺ കളറാക്കിയിട്ട് വഴറ്റിയെടുക്കരുത് കേട്ടോ. നമ്മുടെ ചിക്കൻ സ്റ്റൂ എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലൊരു വൈറ്റ് കളറിലായിരിക്കും. അപ്പോൾ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് സവാള ഒരുപാട് വഴറ്റിയെടുക്കരുത്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ വഴറ്റി കൊടുക്കണം. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് 1 ക്യാരറ്റും 1 പൊട്ടറ്റോയും ഇതുപോലെ ക്യൂബാക്കിയിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് 1/2 മുറി തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ലൂസാക്കിയിട്ട് 2ാം പാൽ എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തേങ്ങാപ്പാൽ യൂസ് ചെയ്യാതെയും ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സവാളയൊക്കെ വഴറ്റിയില്ലേ, ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. മൈദ ചേർത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ. 2ാം പാലിൽ കിടന്നിട്ട് ആ ഒരു ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പശുമ്പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് പശുമ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സ്റ്റൂ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ സ്റ്റൂവിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറിയിട്ട് നമുക്ക് അത് അടച്ച് വയ്ക്കാം. ഈ ഒരു ചിക്കൻ സ്റ്റൂ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തതിൻ്റെ അളവ് നോക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ നല്ല നാടൻ ചിക്കൻ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക്